സംസ്ഥാനത്ത് തലാസീമിയ ബാധിച്ച രോഗികൾക്കുള്ള മരുന്ന് വിതരണം വീണ്ടും മുടങ്ങി. ജീവൻ രക്ഷാ മരുന്നുകളും രക്തം കയറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ സെറ്റുകൾക്കും സർക്കാർ ആശുപത്രികളിൽ ക്ഷാമം. ഉപകരണങ്ങൾ വൻ തുക കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. പുതിയ സർക്കാർ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്നാണ് രോഗികളുടെ പ്രതീക്ഷ. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മരുന്നാണ് ജീവനാണ്. മരണം വരെ സംഭവിച്ചേക്കാമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് തലസീമിയ രോഗികളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമ്പോഴും ജീവൻ നിലനിർത്താനായി അമിത വില കൊടുത്ത മരുന്നും ഫിൽട്ടർ സെറ്റുകളുമെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട ദുരവസ്ഥയ്ക്ക് ഇന്നും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് 1000-ലധികം തലസീമിയ രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്. ജനിതക രോഗമായ തലസീമിയ ബാധിച്ചവരെ ഭിന്നശേഷി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മരുന്നുകൾ സർക്കാർ സൗജന്യമായാണ് നൽകേണ്ടത്. എന്നാൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ മരുന്ന് ലഭ്യമല്ല. ജീവൻ രക്ഷാ മരുന്നുകളും രക്തം കയറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ബ്ലഡ് ലൂക്കോസൈഡ് ഫിൽട്ടർ സെറ്റും സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭിക്കാതായതോടെ പ്രതിസന്ധി രൂക്ഷമായി. ഇങ്ങനെ മരുന്ന് മുടങ്ങുന്ന സ്ഥിതി, മരുന്നും ഈ ഫിൽട്ടർ സെറ്റും മുടങ്ങുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ രോഗികളുടെ ജീവനെ വരെ ബാധിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല തീർന്നിരിക്കുന്നത്, ഇവിടെ വയനാട് ജില്ലാ ആശുപത്രിയിലില്ല, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല. ഇവിടെ ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിൽട്ടർ സെറ്റും മരുന്നും ഒന്നും ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരുന്ന് ലഭ്യമാക്കാനുള്ള, ഈ ഫിൽട്ടർ സെറ്റ് ഇവിടെയൊക്കെ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇപ്പോൾ കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിൽ തന്നെ 6 മാസത്തോളമായി ഈ ഗ്ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റ് ഇല്ലാത്ത അവിടുത്തെ കുഞ്ഞുങ്ങൾ അങ്ങേയറ്റത്തെ ദുരിതത്തിലാണ്. അങ്ങനെ ഇത് ആവർത്തിച്ച് രക്തം കൊടുക്കേണ്ട ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സാമ്പത്തിക ഭാരം കൂടി ഉണ്ടാക്കുന്നുണ്ട്. മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട തലസീമിയ രോഗികളും രക്ഷിതാക്കളും വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. മരുന്ന് ലഭ്യമാക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ് പാഴായെന്നാണ് ആക്ഷേപം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജീവൻ രക്ഷാ മരുന്നും ഉപകരണങ്ങളും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെമറ്റോളജി കേന്ദ്രം ഈ കേരളത്തിലെ സർക്കാർ മേഖലയിലില്ല. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു ഹെമറ്റോളജി കേന്ദ്രം സ്ഥാപിക്കണം എന്നുള്ള 2-3 പതിറ്റാണ്ടുകളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം ഇതുവരെ നടപ്പിലായിട്ടില്ല. പിന്നെ അതുപോലെ ഈ ജനിതക രോഗങ്ങൾ തടയാനുള്ള നടപടിക്രമങ്ങളൊന്നും വേണ്ട രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. പാലിയേറ്റീവ് കെയർ പദ്ധതിയുമായി ബന്ധിപ്പിച്ച മരുന്നുകൾ മുടങ്ങാതെ നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനവും ഫലം കണ്ടില്ല. നൽകാനുള്ള കുടിശ്ശിക കാരണം ടെൻഡറിൽ പങ്കെടുക്കാൻ മരുന്ന് കമ്പനികൾ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടിടപെട്ട വിഷയവുമാണ്. ഈ ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യമായി ലഭ്യമാകാത്ത പ്രതിസന്ധി അതെന്ന് പരിഹരിക്കുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. മാറി വന്ന സർക്കാരെങ്കിലും തങ്ങളെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ തലസീമിയ രോഗികൾ. ക്യാമറമാൻ അനൂപിനോടൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.